മറ്റാരുണ്ട് LDF അല്ലാതെ? രഞ്ജിത്തിലേക്ക് പോകുന്നു. രഞ്ജിത്ത്, ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഈ അവസാന മണിക്കൂറിൽ പറയുന്നത് എന്താണ് എന്ന് കേൾക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം? എതിരാളി ചില്ലറക്കാരനല്ലല്ലോ. സ്മൃതി, തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് ബേപ്പൂർ മണ്ഡലം എന്ന് പറയുന്നത്. ബേപ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ കലാശക്കൊട്ടിലേക്ക് കടക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രചരണ വാഹനത്തിനൊപ്പം ഞാനുണ്ട്. അവസാനം ഭയങ്കര ട്രെൻഡാണല്ലോ മിനിസ്റ്റർ. ട്രെൻഡ് വളരെ അനുകൂലമാണ്. തുടക്കം മുതലേ ട്രെൻഡ് കാണാൻ പറ്റും. 15-ാം തീയതി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ പ്രഖ്യാപിച്ച അന്ന് തന്നെ ആയിരക്കണക്കിന് ചുമര് ഇവിടുത്തെ വോട്ടർമാർ എഴുതിയതാ. വോട്ടർമാരെ അടിവരയിട്ട് പറയും, പുറത്തുനിന്ന് ആരും വന്ന് എഴുതിയല്ല. ചുമര് ബോർഡ് ഒക്കെ പ്രചരണം വരുത്തി, റോഡ് ഷോ, സ്ഥാനാർത്ഥി പര്യടനം, കുടുംബയോഗങ്ങളെല്ലാം അതിഗംഭീരമായിട്ട് നടക്കും. അപ്പൊ അത് ഒരു ട്രെൻഡാണ് പൊതുവെ കാണുന്നത്. ഒരു മൂന്നാം സർക്കാരിനുള്ള ഒരു ആത്മവിശ്വാസം എത്രത്തോളം കൂടി ഇപ്പൊ അവസാന ലാപ്പിലെത്തിയപ്പോൾ? തീർച്ചയായിട്ടും മൂന്നാം സർക്കാർ വരും. കാരണം പവർ കട്ട് എന്താണെന്ന് ഇപ്പോൾ കേരളത്തിലെ പുതിയ തലമുറക്ക് അറിയില്ല. UDF ഭരണകാലത്ത് ഇരുട്ടിലായിരുന്ന കേരളം ഇന്ന് വെളിച്ചത്തിലായി. LDF ഭരണം. പവർ കട്ടില്ലാത്ത കേരളം തുടരാൻ, സർക്കാർ ആശുപത്രികൾ അടച്ചുപൂട്ടാതിരിക്കാൻ, സർക്കാർ സ്കൂളുകൾ ഹൈടെക് ക്ലാസ് മുറികളായി തുടരാൻ, പുതിയ റോഡും പുതിയ കെട്ടിടവും പുതിയ പാലം വരാൻ, പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ, ഇതിനൊക്കെ LDF സർക്കാർ വരണം എന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു LDF സർക്കാരിന് അനുകൂലമായ സാഹചര്യമാണ്. UDF ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങിയ ഒരു മണ്ഡല ബേപ്പൂര്. PV അൻവറോട് വന്ന് മത്സരം രംഗത്ത് ഭയങ്കരമായിട്ട് കളം പിടിക്കുന്നു. ഇപ്പോൾ അവസാന ലാപ്പിലെത്തുമ്പോൾ എന്താ മനസ്സിലാവുന്നു? LDFന് അനുകൂല ട്രെൻഡാണ്. ഞാൻ തുടക്കം പറഞ്ഞിരുന്നു, 2021 ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷമുള്ള ഏത് മുന്നണിക്കും കിട്ടിയ സർവ്വകാല റെക്കോർഡ് വോട്ടാണ് LDFന് കിട്ടിയ 82,000. 2026 ആ റെക്കോർഡ് മറികടക്കും. 82,000-ത്തിലധികം വോട്ട് LDF. നമുക്കിനി തിരുവനന്തപുരത്തേക്ക് പോകാം. റോഷിപാൽ, തിരുവനന്തപുരത്തെ ആവേശം എന്താണെന്ന് റോഷിപാൽ പറയും. റോഷിപാൽ, എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ ആവേശം വാനോളം എത്തിയോ? സുനിൽ, പേരൂർക്കടയിൽ വലിയ ആവേശമാണ്. പ്രവർത്തകർ ഒന്നാകെ ആവേശത്തോടെ പേരൂർക്കടയിൽ വട്ടിയൂർക്കാവിന്റെ കൊട്ടിക്കലാശം നടക്കുന്ന പേരൂർക്കടയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. അല്പസമയത്തിനകം തന്നെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ, LDF സ്ഥാനാർത്ഥി VK പ്രശാന്തും UDF സ്ഥാനാർത്ഥി K മുരളീധരനും ഒപ്പം NDA സ്ഥാനാർത്ഥി ശ്രീലേഖയും ഇവിടെ എത്തിച്ചേരും. പിന്നീട് ഏതാണ്ട് 1.5 മണിക്കൂറോളം വലിയ ആവേശത്തോടുകൂടിയിലേക്ക് ഇവിടെ മുന്നണികൾ അവരുടെ പ്രവർത്തകർ എത്തിച്ചേരും. വലിയ ജനക്കൂട്ടം ഇവിടെയുണ്ട്. വളരെ നേരത്തെ ഏതാണ്ട് 2 മണിയോടെ തന്നെ റോഷിപാലിന്റെ ശബ്ദം കേൾക്കാനില്ല. അവിടുത്തെ ഈ ചെണ്ടമേളങ്ങളുടെ പാട്ട് അത്യുച്ചത്തിലാണ്. അതിനിടയിൽ കൊട്ടും ആവേശവുമുണ്ട്, ആരവങ്ങളുണ്ട്, മുദ്രാവാക്യങ്ങളുണ്ട്. ഇതെല്ലാം നിൽക്കുകയാണ്. അതിനിടയിൽ ഒന്നും കേൾക്കാൻ കഴിയില്ല, കാണാനേ കഴിയുകയുള്ളൂ.